സർ, പാകിസ്ഥാൻ അശാന്തിയുടെ നിഴലിലാണ്. ഇപ്പോൾ അവിടെ നിരോധനാജ്ഞ പുറപ്പെടുവിച്ചിരിക്കുന്നു. എനിക്ക് തോന്നുന്നത് ഇമ്രാൻഖാൻ മരിച്ചുവോ? മരിച്ചു എന്നുള്ള അഭ്യൂഹം അവിടെ ആകെ പരക്കുന്നുണ്ട്. പാകിസ്ഥാൻ അടിക്കടി പ്രതിസന്ധിയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ പട്ടാളത്തിന് അവിടെ ഒരു തലവനില്ല. അടുത്ത തലവൻ വരണമെങ്കിൽ അതിൽ ഷഹബാസ് ഷെരീഫ് ഒപ്പിടണം. അതായത് ഇപ്പോഴത്തെ അസീം മുനീറിന് ഒരു ഉയർന്ന പദവി, ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് എന്നുള്ള പദവി നൽകിയിരിക്കുകയാണ്. അതായത് പ്രതിരോധ സേനകളുടെ തലവൻ, അധിപതിയായിട്ടുള്ളൊരു സ്ഥാനം കൊടുത്തിരിക്കുകയാണ്. പക്ഷേ ഈ കാര്യത്തിലൊരു തർക്കമുള്ളതുകൊണ്ടും അഭിപ്രായ വ്യത്യാസമുള്ളതുകൊണ്ടും ഒപ്പുവയ്ക്കേണ്ട ദിവസമായി 27-ാം തീയതി. കാരണം ഇപ്പോഴത്തെ ഫീൽഡ് മാർഷൽ പദവിയിൽ 26-ാം തീയതി എന്ന് പറഞ്ഞാൽ നവംബർ 26-ാം തീയതി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അസീം മുനീർ. ഇപ്പോൾ അദ്ദേഹം ഒന്നുമല്ല അവിടെ, വാസ്തവത്തിൽ ഇപ്പോൾ ഒന്നുമല്ല. എന്ന് പറഞ്ഞാൽ പട്ടാളത്തിന് ഇപ്പോൾ ഒരു തലവനില്ല. ആ അവസ്ഥയിലാണ്, തലപോയ രാഷ്ട്രത്തിലാണ്. അതിന് ഇടിവെട്ടിയവൻ്റെ തലയിൽ പാമ്പ് കടിച്ചു എന്ന് പറയുന്നത് പോലെ തന്നെ അവിടെ ഇമ്രാൻഖാൻ മരിച്ചു എന്നൊരു കിംവദന്തി വളരെ വ്യാപകമായിട്ട് പ്രചരിക്കുന്നത്. അതിൽ അടിസ്ഥാനമില്ലാതെ വരാൻ തരമില്ല. കാരണം ഏറെ കാലമായിട്ട് ഇമ്രാൻഖാനെ പറ്റി നമ്മൾ ഒന്നും കേൾക്കുന്നില്ല. ഒന്നും കേൾക്കാഞ്ഞിട്ട്, ഒരു വിവരവും കിട്ടാഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ മക്കൾ, പെൺമക്കൾ, അതുപോലെ തന്നെ സഹോദരിമാർ ഇവരെല്ലാം കൂടി ഒരു അന്വേഷണം നടത്തി. അവിടെ പോയപ്പോൾ അവർക്ക് തിക്തമായ അനുഭവങ്ങളാണ് ഉണ്ടായത്. പട്ടാളം അവരെ പീഡിപ്പിച്ചു. അതെ, ആ ദിവസവും വലിയ രീതിയിലുള്ള പ്രക്ഷോഭം അവിടെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അന്നും പറഞ്ഞിരുന്നത് ഇമ്രാൻഖാൻ മരിച്ചു എന്നുള്ളതായിരുന്നു റിപ്പോർട്ടുകൾ വന്നത്. അതിനെ തുടർന്നാണ് അവിടെ ഇത്തരത്തിലൊരു പ്രക്ഷോഭം ഉണ്ടായത്. അത് പൊടുന്നനെ ഉണ്ടായ ഒരു പ്രക്ഷോഭമായിരുന്നു. പക്ഷെ ഇപ്പോഴുണ്ടായിരിക്കുന്നത് എന്ന് പറയുന്നത് കുറച്ചുകൂടെ സീരിയസ് ആയി നമ്മൾ കാണേണ്ടതാണ്. കാരണം ഇത്തരത്തിലുള്ള നടപടിക്രമങ്ങളൊക്കെ എടുക്കുന്നത് പലപ്പോഴും ഇത്തരത്തിലുള്ള ഒരു ദുർവാർത്ത പുറത്തു വിടുന്നതിന് മുമ്പ് അടിച്ചൊതുക്കാൻ പാകത്തിനാണ് ഈ നിരോധനാജ്ഞയെല്ലാം പ്രഖ്യാപിക്കാറുള്ളത്. മറ്റേത് പൊടുന്നനെ ഉണ്ടായതാണല്ലോ. അപ്പൊ ഇത്തവണ പ്രഖ്യാപിച്ചു എന്ന് പറയുമ്പോൾ ഒരുപക്ഷെ പാകിസ്ഥാനിൽ നിന്ന് പുറത്തു വരുന്ന അടുത്ത വാർത്ത ഇത്തരത്തിൽ തന്നെ ആയിരിക്കുമോ എന്നുള്ള ഒരു ആശങ്ക കൂടി ലോകത്തിനുണ്ട്. അതെ, നമ്മൾ ഈ കാര്യം ഇപ്പോൾ പാകിസ്ഥാന് വലിയ പഞ്ചാഗ്നി മധ്യത്തിലാണ്. നോക്കൂ, തെഹ്രീക്ക് താലിബാൻ എന്ന് പറയുന്ന സംഘടന അവിടെ അകത്തുനിന്ന് നടന്നുകൊണ്ടിരിക്കുന്ന പോരാട്ടം, അവരുടെ നേതാവായിട്ട് അവർ അംഗീകരിച്ചിട്ടുള്ളത് ഷഹബാസ് ഷെരീഫിനെ അല്ല, ഇമ്രാൻഖാനെയാണ്. ആ ഇമ്രാൻഖാൻ എന്ന് പറയുന്ന വികാരമാണ് മരിച്ചു എന്നുള്ള ഒരു കിംവദന്തി കേട്ടാൽ മതി പാകിസ്ഥാൻകാരെ പെട്ടെന്ന് പ്രക്ഷുബ്ധരാകും. നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഏതോ ഒരു തലയ്ക്ക് സ്ഥിരമില്ലാത്ത ഒരു സ്ത്രീ, ഖുർഹാൻ, ഒരു ക്രിസ്ത്യാനി സ്ത്രീയായിപ്പോയി, ഖുർഹാൻ കത്തിച്ചു എന്ന് ആരോ പറഞ്ഞതേ ഉള്ളൂ. അവരെ ചുട്ടുകൊന്നു പാകിസ്ഥാനിലെ ജനങ്ങളെല്ലാം കൂടി ചേർന്ന്. അങ്ങനെ വികാരലോലുപരായിട്ടുള്ള, വികാരവിക്ഷുബ്ധരായിട്ടുള്ള ഒരു ജനതയാണ് അവിടെ ഉള്ളത്. ഇമ്രാൻഖാൻ എന്ന് പറയുന്നത് അവരുടെ ആരാധനാപാത്രമാണ്. കാരണം ലോകകപ്പിൽ ഗെയിം ചേഞ്ചറായിട്ട് പാകിസ്ഥാനിലേക്ക് കപ്പ് കൊണ്ടു കൊടുത്ത ആളാണ്. എനിക്ക് തോന്നുന്നത് ഇന്ത്യയെ തോൽപ്പിച്ചുകൊണ്ടാണ് അദ്ദേഹം ഒരു തവണ കപ്പ് നേടിയത്. അപ്പോൾ അതൊരു ഹീറോ ആണ്. ക്രിക്കറ്റ് എന്ന് പറയുന്നത് മറ്റൊരു വികാരം, മതമെന്ന് പറയുന്ന ഏറ്റവും വലിയ വികാരമാണ് അവിടെ. ജനാധിപത്യത്തിന് വലിയ വികാരമൊന്നുമില്ല അവിടെ. പട്ടാളം എന്ന് പറയുന്ന ഒരു വികാരമാണ്. ആ പട്ടാളത്തിനാണ് ഇപ്പോൾ തലയില്ലാതായിരിക്കുന്നത്. കിംവദന്തികൾ നടന്നാൽ പാകിസ്ഥാനിൽ എങ്ങും കൊലയും കൊള്ളിവെപ്പും തീവെപ്പും നടക്കും. അത് നടന്നാൽ അത് നേരിടാനുള്ള ഒരു സംവിധാനത്തിനൊരു തലയില്ല, നേതൃത്വം കൊടുക്കാൻ ഒരാളില്ലാത്ത അവസ്ഥയാണ്. നിരോധനാജ്ഞ എന്ന് പറയുന്നത് പ്രഖ്യാപിച്ചാൽ മതി, പക്ഷേ അത് നടപ്പാക്കാൻ ഒരു സൈന്യം വേണ്ടേ? സൈന്യം ഉണ്ടെങ്കിലേ പറ്റൂ. പോലീസിനെ കൊണ്ടൊന്നും പറ്റില്ല. അത്ര കടുത്തതും ക്രൂരവുമായിരിക്കും അവിടുത്തെ അക്രമങ്ങൾ. എന്നിരിക്കെ ഇത് കൂടാതെ POK, പാക് ഓക്കുപ്പൈഡ് കാശ്മീർ എന്ന് പറയുന്ന നമ്മുടെ ഭാഗത്ത്, നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ഭാഗമാണത്. അവരുമായിട്ട് കാശ്മീരിലുള്ള ട്രേഡ് ഇൻ്റർ സ്റ്റേറ്റ്, രണ്ട് സംസ്ഥാനങ്ങൾ, അതായത് കാശ്മീരും കേരളവും തമ്മിൽ നടത്തുന്ന പോലെ കച്ചവടമായിരിക്കുന്നു സുപ്രീം കോടതി ഈയിടെ പറഞ്ഞതേ ഉള്ളൂ. നമ്മുടെ ഒരു സംസ്ഥാനമായ ആ ഭാഗത്ത് പ്രക്ഷോഭം, പാകിസ്ഥാനെതിരെയുള്ള പ്രക്ഷോഭമുണ്ട്, ബലൂചിസ്ഥാനിലുണ്ട്. ഇതെല്ലാം കൂടെ ചേർന്ന് ഞാൻ 5 എന്ന് പറഞ്ഞത്. പാക് ഓക്കുപ്പൈഡ് കാശ്മീരിലെ പ്രശ്നം, ബലൂചിസ്ഥാനിലെ പ്രശ്നം, അതുപോലെ തന്നെ തെഹ്രീക്ക് താലിബാൻ്റെ പ്രശ്നം, ഇപ്പോൾ ഇമ്രാൻഖാൻ മരിച്ചു എന്നുള്ള കിംവദന്തി, അതുകൂടാതെ ഇപ്പോൾ പട്ടാളത്തിനൊരു ഹെഡില്ല എന്നുള്ളത്. 5 എണ്ണമാണ് കൃത്യം. ആ പഞ്ചാഗ്നി മധ്യത്തിലാണിപ്പോൾ പാകിസ്ഥാന്റെ അവസ്ഥ. വളരെ പരിതാപകരമാണ്. ഇപ്പോൾ ഡെപ്യൂട്ടി കമ്മീഷണർ ഡോക്ടർ ഹസൻ വാഖാർ ചീമയുടെ
ഓഫീസാണ് ഈ ഉത്തരവിൽ ഒപ്പിട്ടിരിക്കുന്നത്. ഇതില് 2024 ക്രിമിനൽ നടപടിക്രമത്തിലെ, അതായത് പഞ്ചാബ് ഭേദഗതി നിയമത്തിലെ സെഷൻ 144 ഡിസംബർ 1 മുതൽ 3 വരെ 3 ദിവസത്തേക്ക് പ്രാബല്യത്തിൽ ഉണ്ടായിരിക്കുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ പറയുന്ന രീതിയിലാണെങ്കിൽ എല്ലാത്തരം സമ്മേളനങ്ങളും നമുക്കറിയാമല്ലോ, നിരോധനാജ്ഞ വരുമ്പോൾ എന്തെല്ലാമായിരിക്കും ഉണ്ടാവുക, അത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ടാകുമെന്ന് പറയുകയാണ്. ഈ കിംവദന്തി പരക്കാൻ കാരണമെന്ന് പറഞ്ഞു, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ജയിലിൽ സന്ദർശിക്കാനെത്തിയ അദ്ദേഹത്തിൻ്റെ സഹോദരിമായ അലീമ ഖാൻ, അതുപോലെ തന്നെ ഡോക്ടർ ഉസ്മാ ഖാൻ, അതുപോലെ നോറിൻ നിയാസി എന്നിവരെ അടിയാല എന്നാണ് ജയിലിൻ്റെ പേര്, അടിയാല ജയിലിന് പുറത്തു വെച്ച് പോലീസ് ബലം പ്രയോഗിച്ച് നീക്കം ചെയ്തു. ഇങ്ങനെയാണോ ചെയ്യേണ്ടത്? മനുഷ്യാവകാശമില്ലേ? ഒരു ഹേബിയസ് കോർപ്പസ് റിട്ട് സമർപ്പിക്കാൻ പോലും അവിടുത്തെ കോടതി സജ്ജമല്ല. കാരണം അത്രയുള്ള നീതി നിർവഹണം. അവരെ മർദ്ദിക്കുകയും ചെയ്തു. വലിയ പ്രായമായ സ്ത്രീകളാണ്, അവരെ വലിയ സംഘർഷങ്ങൾക്ക് ഇടയാക്കിയിരുന്നു. അപ്പോൾ എന്തുകൊണ്ടാണ് ഭരണകൂടത്തിന് ഇമ്രാൻഖാൻ എവിടെ എന്നുള്ളതിന് ഉത്തരം പറയാൻ കഴിയാത്തത്? ഇത് പലസ്തീൻ്റെ ഒരു അവസ്ഥയാണ്. ഇസ്രയേലികളായിട്ടുള്ള ചില ബന്ദികൾ എവിടെയെന്ന ചോദ്യത്തിന് പലസ്തീൻ ഉത്തരം പറയാൻ കഴിഞ്ഞില്ല. കാരണം എന്താ? അവരെ ആൾറെഡി ഇവർ കൊന്നു കഴിഞ്ഞിരുന്നു. മനസ്സിലായില്ലേ? അതുപോലൊരവസ്ഥയിലാണ്. ഇപ്പോൾ ആൾറെഡി കൊന്നു കഴിഞ്ഞു. അദ്ദേഹം ആത്മഹത്യ ചെയ്യില്ല, കാരണം ഒരുപാട് അനുയായികളുള്ള ഒരു നേതാവാണ്. ആ ഒരു നേതാവ് ആത്മഹത്യ ചെയ്യുമെന്ന് വിശ്വസിക്കാൻ പറ്റില്ല. അപ്പോൾ കൊന്നതാണ്, തട്ടിയിട്ട് അതിൽ നിന്ന് മറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വ്യായാമമാണ് അവിടെ നടക്കുന്നത്. എന്തായാലും സത്യം പുറത്തു വരും. അതുപോലെ പാകിസ്ഥാൻ കത്തിച്ചാമ്പലാവും. ഇപ്പോൾ അതിൻ്റെ തുടക്കം അത് വന്നിട്ടുണ്ട്. അത് പേടിച്ചിട്ടാണ് അവിടെ ഇപ്പോൾ ഈ നിരോധനാജ്ഞ കൊണ്ടുവന്നിരിക്കുന്നത്. ഇമ്രാൻഖാൻ്റെ മരണത്തെക്കുറിച്ചുള്ള ഊഹാപോഹം നേരത്തെ അസുഖത്തെക്കുറിച്ചുള്ളതായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു ചിത്രം ഇടയ്ക്ക് പുറത്തു വിട്ടിരുന്നു. നിർജീവമായിട്ടുള്ള ശരീരത്തോടു കൂടി നിശ്ചലനായിരിക്കുന്ന ഒരാളിനെയാണ്, നിഷ്പന്ദനായിട്ടിരിക്കുന്ന ഒരാളാണ്. തെളിവുകൾ ചോദിക്കുകയും ചെയ്യുന്നത്. എന്നാൽ തെളിവ് കൊടുക്കാനായിട്ട് ഈ പറയുന്ന അധികൃതർക്കൊന്നും കഴിയുന്നുമില്ല. എന്തുകൊണ്ടാണ് തെളിവ് കൊടുക്കാൻ കഴിയാത്തത്? ഇത്രത്തോളം പൂഴ്ത്തിവെക്കേണ്ട ആവശ്യമില്ലല്ലോ. അതെ, തെളിവുകൾ കൊടുക്കാൻ കഴിയാത്തത് കൊണ്ട് ഇൻസാഫ് പാർട്ടി, അതാണല്ലോ ഇമ്രാൻഖാൻ്റെ പാർട്ടിയുടെ പേര്, ഇൻസാഫ് പാർട്ടിയുടെ ആയിരക്കണക്കിന് ആൾക്കാർ ഇതിനോടകം തന്നെ ജയിലുകളിലേക്ക് കുതിച്ചെത്തിയിരിക്കുന്നു. ഇനി അവർക്ക് വേണമെങ്കിൽ ഈ ജയിലിലുള്ള പ്രതികളെ എല്ലാം അഴിച്ചുവിടാം. അങ്ങനെയൊക്കെ സംഭവിക്കാറുണ്ട് ഇത്തരം രാഷ്ട്രങ്ങളിൽ, റോഗ് നേഷൻസിൽ. അതാണ് സംഭവിക്കാൻ പറ്റുന്നത്. നിയമവാഴ്ച ഇല്ലാത്ത ഒരു രാജ്യമായിട്ട് മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഇനി കൂടുതൽ അത് കുഴപ്പങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇമ്രാൻഖാൻ ഏതാണ്ട് നമുക്കിപ്പോൾ ഊഹിക്കാൻ കഴിയുന്നത്, ഇമ്രാൻഖാൻ മരിച്ചു, അതുകൊണ്ടാണ് ഭരണകൂടം ആ ചോദ്യത്തിന് മുമ്പിൽ സ്തംഭിച്ച് നിൽക്കുന്നതെന്ന് വേണം നമുക്ക് കരുതാൻ. എന്തായാലും ഈ പറയുന്ന കാര്യങ്ങളെല്ലാം കേൾക്കുമ്പോൾ പാകിസ്ഥാൻ അസ്ഥിരമായി പോവുകയാണ് എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. ഇന്ത്യക്കെതിരെ പടപൊരുതാൻ വേണ്ടിയിട്ട് എപ്പോഴും നിൽക്കുന്ന ഒരു രാജ്യമാണ്. പക്ഷെ അവിടെ സ്ഥിരമായ ഒരു ഭരണകൂടമോ അവിടെ ഒരു സ്ഥിരമായ സൈനിക മേധാവിയോ ഇത്തരത്തിലുള്ള ഒരു കാര്യങ്ങളോ ഒന്നുമില്ല. പാകിസ്ഥാനെ ചൊൽപ്പടിക്ക് നിർത്തുന്നത് US ആണ് സ്വാഭാവികമായിട്ടും. ഇപ്പൊ രാവിലെ നമ്മൾ പറഞ്ഞ ഒരു വാർത്ത എന്ന് പറയുന്നത്, ഷെഹബാസ് ഷെരീഫ് അവിടുത്തെ പ്രധാനമന്ത്രിയെ കാണുവാനില്ല, അദ്ദേഹം UK പോയിരിക്കുന്നു. അതിന് പ്രധാനപ്പെട്ട കാരണമായി പറയുന്നത് അവിടുത്തെ പാക് മേധാവിയെ, ചീഫ് ഓഫ് ഡിഫൻസ് ഫോഴ്സിന്റെ ആ ഒരു തലത്തിലേക്ക്, പ്രതിരോധ തലവനായിട്ട് വാഴിക്കാനായിട്ട് അദ്ദേഹത്തിന് താല്പര്യമില്ലാത്തത് കൊണ്ട് നാട് വിട്ടതാണ് എന്നുള്ള കാര്യങ്ങളും കൂടി പുറത്തു വരുന്നുണ്ട്. പൂർണ്ണമായിട്ടും ഇത്തരത്തിൽ നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇന്ത്യ കയറി പെരുമാറാനുള്ള സാധ്യത അതിൻ്റെ ആവശ്യമില്ല, അല്ലാതെ തന്നെ തകർന്നു പോയിക്കോളൂ. അത് നോക്കൂ, ഇപ്പം എന്തുകൊണ്ട് പാകിസ്ഥാൻ അല്ലെങ്കിൽ തന്നെ ഒരു കരസേനാ മേധാവി മാത്രം ഉണ്ടായിരുന്ന കാലത്ത് പോലും അവിടെ പട്ടാള അട്ടിമറി നടന്നിട്ടുണ്ട്. ജനാധിപത്യത്തിൽ കൂടി തിരഞ്ഞെടുത്ത ആൾക്കാരെ തൂക്കിലേറ്റി അവർ അധികാരം പിടിച്ചിട്ടുണ്ട്. പർവേസ് മുഷറഫ് ഒരു ഉദാഹരണം. സുൽഫിക്കർ അല്ല, വേറൊരുത്തനും കൂടെ ഉണ്ടായിരുന്നൊരു പട്ടാള മേധാവിയായിട്ടിരുന്ന ആൾ, അധികാരം പിടിച്ച ആൾ. സിയാവൂർ ഉൾ ഹക്ക്, മറ്റേത് ബംഗ്ലാദേശിലെ നേതാവ്. ഇവരെല്ലാം തന്നെ ജനാധിപത്യ ഭരണകൂടങ്ങളെ അട്ടിമറിച്ച്, ഈ സിയാവുൾ ഹക്കാണ് ഭൂട്ടോയെ കൊന്നിട്ട് തൂക്കിക്കൊന്നിട്ട് അധികാരത്തിൽ വന്നത്. അപ്പോൾ ഇവരെല്ലാം തന്നെ സ്വന്തം പരിമിതമായ അധികാരത്തിൽ പോലും ഇങ്ങനെ ചെയ്തിട്ടുള്ള ആൾക്കാരാണ്. ഇപ്പോൾ എല്ലാ അധികാരങ്ങളും കൂടി കിട്ടിയ 3 സേനകളുടെയും കൂടി അധികാരം ഒരുമിച്ച് ഒറ്റ കയ്യിൽ കിട്ടിയ ആളായിട്ട് വരും ഒരാൾ വന്നു കഴിയുമ്പോൾ, അതിൽ ഒപ്പിട്ട് കഴിയുമ്പോൾ എന്തായിരിക്കും സ്ഥിതി? ഇത് പേടിച്ചായിരിക്കണം പിന്നെ പ്രധാനമന്ത്രി ഷെഹബാസ് ഷെരീഫ്. ഇപ്പോഴത്തെ സാഹചര്യം തന്നെ നോക്കൂ. ഈ ഒരു പട്ടാളത്തിന് തലവനില്ലാത്ത ഒരു അവസ്ഥയുണ്ട് എന്ന് പറയുമ്പോഴും ഇമ്രാൻഖാന്റെ അവസ്ഥ എന്ന് പറയുന്നത് മരിച്ചിരിക്കുന്നു എന്ന് സ്ഥിരീകരിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് വരുന്നു. അതേസമയം തന്നെ ഇപ്പോഴത്തെ പ്രധാനമന്ത്രി നാട് വിട്ടുപോയിരിക്കുന്നു.
അപ്പോൾ അവിടെ ഒരു അട്ടിമറി നടന്നിട്ടുണ്ട് എന്നുള്ളത് തന്നെ നമുക്ക് മനസ്സിലാക്കേണ്ടി വരും. കാരണം അത്തരത്തിൽ നടക്കുമ്പോഴാണ് ഇത്തരത്തിലുള്ള വിഷയങ്ങളെല്ലാം ഇന്നും പാകിസ്ഥാനിൽ നടന്നിട്ടുള്ളത്. ഒരുപക്ഷെ ജീവനും കൊണ്ട് പാഞ്ഞതാണെങ്കിലോ ഷെഹബാസ് ഷെരീഫ്. പക്ഷേ അവരുടെ പ്രതിരോധ മന്ത്രി പറയുന്നത്, ഖാജ ആസിഫ് പറയുന്നത്, അദ്ദേഹം മടങ്ങി വരും, ഒപ്പിടും, എല്ലാം തീരുമെന്നുള്ള ഒരു കാര്യമാണ്. പക്ഷെ അതൊന്നും നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. പാകിസ്ഥാന്റെ ആയതുകൊണ്ട് നമുക്ക് ഒന്നും വിശ്വസിക്കാൻ പറ്റില്ല. ഇപ്പോൾ പറയുന്നത് തെഹ്രീക്ക് ഇൻസാഫ് പാർട്ടി അദ്ദേഹത്തിന് വേണ്ടി വാദിക്കുക. അത് അവർ പറയുന്നത് ചില കാര്യങ്ങൾ മറയ്ക്കാനാണ് അദ്ദേഹത്തെ കാണാനുള്ള അനുമതി ഇമ്രാൻഖാൻ്റെ കുടുംബത്തിന്, സഹോദരിമാർക്ക് നിഷേധിച്ചതെന്ന് അവർ കയറി പറഞ്ഞിരിക്കുകയാണ്. അതുപോലെ തന്നെ ഇമ്രാൻഖാൻ കൊല്ലപ്പെട്ടുവെന്നും അദ്ദേഹത്തിൻ്റെ മൃതദേഹം മറ്റൊരിടത്തേക്ക് മാറ്റിയെന്നുമുള്ള വാർത്തകൾ അഫ്ഗാനിസ്ഥാൻ, ബലൂചിസ്ഥാൻ മറ്റൊരു രാഷ്ട്രമായിട്ടാണ് കണക്കാക്കുന്നത്. അതുപോലെ എന്നിവിടങ്ങളിലെ സോഷ്യൽ മീഡിയകളിൽ പരക്കെ വ്യാപിച്ചിരിക്കുകയാണ്. ഇപ്പോൾ ഇന്ത്യയിലേക്കും വ്യാപിച്ചിരിക്കുന്നു. ഇത് ഇന്ത്യയിലും വ്യാപിച്ചിരിക്കുന്നു. പാകിസ്ഥാനിൽ കനത്ത പ്രക്ഷോഭം നടന്നുകൊണ്ടിരിക്കുകയാണെന്നാണ് പറയുന്നത്. നിരോധനാജ്ഞ മാത്രമല്ല, കനത്ത പ്രക്ഷോഭവും നടന്നുകൊണ്ടിരിക്കുക. ഈ പ്രക്ഷോഭം എന്ന് പറയുന്നുണ്ടല്ലോ, അവിടെ ഒരു നേതൃത്വമില്ലാത്ത പ്രക്ഷോഭമാണ്. വലിയ അപകടങ്ങളിലേക്കാണ് ഇത് പോകുന്നത്. നശിപ്പിക്കും പാകിസ്ഥാൻ. നേരിടാൻ സൈന്യത്തിന് നേതൃത്വം കൊടുക്കാൻ, കമാൻഡ് കൊടുക്കാൻ ആരെങ്കിലും ഉണ്ടോ? ഇല്ല. വല്ലാത്ത ഒരു അവസ്ഥയിലേക്കാണ് പോകുന്നത്. വളരെ ഡെവലപ്പിംഗ് ആയിട്ടുള്ളൊരു സ്റ്റോറിയാണ്. ഇനിയുള്ള മണിക്കൂറുകളിൽ അവിടെ എന്താണ് സംഭവിക്കുന്നത് അറിയാം. ഇന്ത്യ ഇടപെടേണ്ട കാര്യമില്ല, അല്ലാതെ തന്നെ തകർന്ന് തീരുകയാണ് ആ രാഷ്ട്രം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.